ഹായ് ഹലോ. നമ്മളെ കുറേ കാലമായാലും ഇങ്ങനെ ജീവിക്കണേ. സംഭവം കൂലിപ്പണി എടുത്താണ്ട് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ വിചാരിച്ച പോലൊരു ജീവിതം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഏതായാലും നമ്മളെ ഫോണിൽ ആപ്പ് മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഫുൾ ടൈം അതിൽ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളവനെന്തേലേ യൂട്യൂബായിട്ടും അതും ഇതൊക്കെ ആയിട്ട് പല കോലത്തിൽ രക്ഷപ്പെട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കൂലിപ്പണി എടുത്താണെന്ന് ഇപ്പോൾ തൽക്കാലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു വീട് വെക്കുക, അല്ലെങ്കിൽ ചെറിയൊരു വണ്ടി ആലോചിച്ചാൽ ഒരു അന്തുമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തുമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കുന്തുമില്ല ഇപ്പോഴത്തെ സംഗതി. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ യൂട്യൂബിലൊരു വ്ളോഗൊക്കെ തുടങ്ങിയാണ്ട് ഇങ്ങനെ ഒന്നാണ്ട് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത്ര പോപ്പുലറൊന്നും അല്ലാത്തതുകൊണ്ട്, സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. എന്നാലും എങ്ങനെയൊക്കെ രക്ഷപ്പെടണമല്ലോ, വേറെ നിവർത്തില്ല. അപ്പം ജീവിക്കാൻ ഈ പറഞ്ഞ പോലെ കൂലിപ്പണി അല്ലെങ്കിൽ സാധാ ഒരു ഡെയിലി ഒരു വരുമാനം ഉണ്ടായാലൊക്കെ ഓക്കെ. പക്ഷേ അത് പോരല്ലോ. ഏതായാലും അപ്പോൾ ചെറിയൊരു വ്ളോഗ് തുടങ്ങുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ എടുക്കുന്നൊന്നും ഒരു പിടുത്തമില്ല. ഏതായാലും ഇത് കാണുന്ന മുത്തുമണികളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സാധാ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു നോർമലി ഉള്ളൊരു സംഭവങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊരാളായിട്ട് എന്നെയും കൂടി കണ്ടിട്ട് നമ്മളെ വീഡിയോ കാണുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതാണല്ലോ മെയിൻ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ ഓഫീസുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അല്ല ദുആ ചെയ്യാം. അപ്പോൾ എന്നോട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുക. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഇതിന് വേണ്ടത് തൊള്ളാറുന്ന സാധനം, നാവ്. അതായത് സംസാരിക്കണമല്ലോ, വ്ളോഗ് കഴിയുമ്പോൾ കടാർന്ന് സംസാരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് പടച്ചോന് എല്ലാ അവയവവും രണ്ടെണ്ണം വെച്ച് തന്നിട്ടുണ്ട് അല്ലേ. കൈ, കാല്, മൂക്കിന് 2 വട്ടം, 2 കണ്ണ്. അപ്പോൾ ഇനി വേറെ കുറേ കമൻറ്റ് വരും കേട്ടോ, തല ഒന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ സാധനം കണ്ടേ, നാവ് ഒറ്റ ഒന്നേ തന്നിട്ടുള്ളൂ. ആ നാവിനെ എവിടുന്ന് വരണം, ഉള്ളിൽ വരണം, നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ വരണം. ആ നാവിന് കണ്ട മതിലാണ് കെട്ടി വെച്ചത്. അല്ലെങ്കിൽ മതിലല്ല, 32 പല്ലും എന്നൊക്കെ പറയാം. 32 പല്ലും പിന്നെ ഗേറ്റിങ്ങ നിൽക്കണ പാറാവുകാരാണ് നമ്മളെ നാവിൻ്റെ. അടാ അയാൾ തൊള്ളാട്ടാതെ നാവ് പുറത്തേക്ക് വരില്ല. അത് കഴിഞ്ഞിട്ട് 2 മതിൽ ഉണ്ട് അല്ല. അപ്പോൾ അതൊക്കെ കടന്നിട്ട് വേണം നാവിന് പുറത്തേക്ക് വരാനേ. അവ എന്തുകൊണ്ടാണ് പഠിച്ചോ അങ്ങനെ ആക്കി? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചണോ? ഇല്ലല്ലോ. ചിന്തിച്ചു പോലും ഉണ്ടാവും ചിലപ്പോൾ. ഇല്ലെങ്കിൽ അതിൽ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ കേട്ട അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം നമ്മളെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട അവയവം നാവാണ്. നാവ് പോയാൽ പോയി അല്ലേ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട അവയവം നാവ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ആ നാവ് അത്രയും ഈ പറഞ്ഞ പരിചാരകരും 2 മതിലും ഒക്കെ അതിൻ്റെ ഒക്കെ ഉള്ളിൽ വെച്ച് എന്തിനാ അത്രയും സൂക്ഷ്മതയിൽ സംസാരിക്കാനും ഇതൊക്കെയാണ്. അപ്പോൾ സംഭവം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. സംസാരം കുറച്ച് റിസ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്, എൻ്റെ അടുത്തൊന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ആളെ ഇടയ്ക്കെത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ എന്തായാലും സംസാരിക്കാൻ പറ്റിയ ഒരാൾ എനിക്ക് വേണമല്ലോ വ്ളോഗ് ചെയ്യുമ്പോൾ. ഒറ്റയ്ക്ക് എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല, പഠിച്ചോന്നറിയാം. ചിലപ്പോൾ ഒറ്റയ്ക്കാവും, ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ നമ്മളെ കൂടെ ഒരുത്തനും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചങ്കുണ്ട് ഷഫീക്ക് കയറി. ഞാനും ഷഫീക്ക്, അവനും ഷഫീക്കാണ്. അപ്പോൾ ഓനൊന്ന് വിളിച്ചു നോക്കാം. ഓനാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒക്കെ തുറന്നോണ്ട പേരും സംസാരം. സംസാരിക്കാൻ ഓനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കടാറ് സംസാരിക്കും. ഏതായാലും ഓനും കൂടി കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ഓൻ എന്നെ പോലെ തേരാപ്പാര നടക്കണ ഒരാളും കൂടി അല്ലേ. രക്ഷപ്പെടുകയാണെങ്കിൽ 2 ആളും രക്ഷപ്പെടട്ടെ. എന്തായാലും ഓനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ ഓനോട് നല്ലോണം പറ്റും. അപ്പോൾ എനിക്ക് ക്യാമറയൊക്കെ പിടിച്ച് ജസ്റ്റ് ഓനെ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി അല്ലേ.
അപ്പോൾ ഇൻഷാല്ലാ ഷഫീഖിനൊന്ന് വിളിച്ചു നോക്കാം നമുക്ക്. അത് ഞങ്ങൾ കൂടെ നിൽക്കിട്ടോ, കാണുന്ന പോലെ എല്ലാവരും കൂടെ നിൽക്കണം. വേറെ നിവർത്തില്ലെങ്കിൽ ഒരു പെരയൊക്കെ എടുക്കണം എന്നൊരു പൂതിയൊക്കെ ഉണ്ട്. ആ പെര എടുക്കണ വരെ നമുക്ക് വ്ളോഗ് ചെയ്യണം. ഞങ്ങൾ കട്ടൊക്കെ നിൽക്കുക എല്ലാവരും കാണുന്ന പോലെ. പെര എടുക്കാൻ വേണ്ടി മാത്രമല്ല, എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്രങ്ങാനും ആപ്പുകൾ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ലേ, സമയം ഫുള്ള് മൊബൈലിൽ ചിലവഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഫോൺ വെച്ചിട്ട് എല്ലാവരും കുറേ ആൾക്കാർ ബുദ്ധിയില്ലോലെ ചെയ്ത്, പക്ഷെ നമ്മളിപ്പോഴും അതിന് ഒരുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പോൾ യൂട്യൂബ് അതിൽ പെട്ടൊരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് നമുക്ക് ഉപയോഗിച്ചിട്ട് പല കോലത്തിലും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ കേട്ടോ. പിന്നെ പല കോലത്തിലും പലരും ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസ യൂട്യൂബ് തരുന്നുണ്ട് നമുക്ക്, നല്ലൊരു വരുമാനമായിട്ട്. അപ്പോൾ ഞാൻ കണക്കൂട്ടണ യൂട്യൂബിൽ ഒരു അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് തെങ്ങും തോട്ടം സ്വന്തമായിട്ടുള്ള പോലെയുള്ളൊരു വരുമാനമാണ് എൻ്റെ ഒരു തോട്ടം. അങ്ങനെ പോയ ചിന്ത. അപ്പോൾ ഒരു 10 സെൻറ്റ് നമ്മൾ യൂട്യൂബിൽ വാങ്ങാം. ഏതായാലും കാര്യത്തിൽ നിന്ന് പോകണ്ട. നമ്മൾ ഷഫീഖിനെ വിളിച്ച. ഷഫീഖ് മഞ്ചേരിയാണ്, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിൽ കാവനൂരാണ് കേട്ടോ. കാവനൂർ എൻ്റെ അനിയൻ്റെ സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, അതിൻ്റെ മുകളിലാണുള്ളത്. അപ്പോൾ ഒരു സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കയറിയതാണ്, ഒച്ചപ്പാടൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഷഫീഖിനെ വിളിച്ചാൽ എവിടെ ഉള്ളതെന്ന് വെച്ചു. ഷഫീഖിനോട് ഒന്നുകൂടി ഉണ്ടായാൽ പറഞ്ഞു, ഒന്നുകൂടി ബെറ്റർ ആവും. കാരണം ഓൻ ഈ കുറച്ച് ഒരു ആളടിയേക്ക് ഇറങ്ങാൻ പറ്റിയ ആളാണ്. അതുകൊണ്ടാണ് ഷഫീഖിനെ വിളിക്കുന്നത്. ഷഫീഖിനെ വിളിച്ച് സംസാരിച്ച് നോക്കാം, എവിടെ എല്ലാം വെച്ച് നോക്കാം. റിങ്ങയുണ്ട്. ഇജെവിടെ? ഞാൻ കാവനൂരുണ്ട്. മഞ്ചേരി എവിടെ? എന്നാ നമ്മളെ ചട്ടിയങ്ങാടിക്ക് പോവാ, ലാറേനേക്ക് പോവാ. ഞാൻ ഇജ്ജ് ഇറങ്ങുകയാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും. ഇജ്ജ് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്ക് ഞാൻ എത്തും. 10 മിനിറ്റ്. ഓക്കെ. ആയിക്കോട്ടെ, നേരം വൈകരുത് കേട്ടോ, ചീപ്പാക്കരുത്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയേ അതിനെ കുറിച്ചൊന്നിങ്ങനെ സംസാരിച്ചു നോക്കാം. വ്ളോഗാക്കിയാലോ നമുക്ക്? അതാവുമ്പോ എന്റെ തൊള്ളി എന്റെ ബുദ്ധിയും പ്ലാനൊക്കെ ഉണ്ടാവുമ്പളേ അത് മുന്നോട്ട് അങ്ങനെ പറയാം. എന്റെ ഐഡിയ എന്റെ തൊള്ളി ഉണ്ടെങ്കിൽ സംഭവം നടക്കും. അതപ്പോ ഞാനിങ്ങനെ കിട്ടണം. നമുക്ക് അക്രമമില്ലാതെ കിട്ടാന്നല്ല, അതല്ലേ യുദ്ധത്തിനൊന്നും ഇപ്പൊ ഇല്ലൊരു ആവതില്ല. ഏതായാലും മുടിയൊക്കെ ഒന്ന് അരച്ചണ്. അവഞ്ഞ് വല്ല ആലോചിച്ചിട്ട് കാര്യം. ഞാൻ അങ്ങനെ ആലോചിച്ചേ, നമ്മൾ മൊബൈലിൽ എത്രങ്ങാനും ആപ്പ് യൂസ് ചെയ്യണ്ടല്ലേ ഒരു ഫോണില്. അതിൽ ബുദ്ധിയില്ല ഒരു യൂട്യൂബ് വെച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കി. അപ്പോൾ നമുക്കും അതേപ്പം ഞാൻ നടക്കൂല. അല്ല കൂലിപ്പണി എടുത്താണെന്ന് ഇപ്പം പരിപാടി നടക്കൂല. അതെ അതെ. ഏതായാലും ഉച്ച ഇറങ്ങി, ഞാൻ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. സ്റ്റുഡിയോക്ക് വാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വരാന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനും ഇറങ്ങാണ്. ഏതായാലും നിങ്ങളെല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞേ, വേറെ നിർത്തില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം. ഫോണ് പിടിച്ച് വയർക്കൽ തുടങ്ങി. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടണില്ല. വലിച്ചു നീട്ടുക കാരണം ബ്ലോഗ് ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കാറല്ലേ, എനിക്ക് അറിയില്ല. ഏതായാലും നമ്മൾ പല പരിപാടി ചെയ്തതേമാതിരി കണ്ട് പിടുത്തം മുട്ടി നിർത്തി വെച്ചതാണ്. ഇനിയൊരു നിർത്തലില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കുടുംബസമേതം നമ്മളെ ഈ യൂട്യൂബിൽ ഫാമിലി, നമ്മൾ ബ്ലോഗിന് അല്ലെങ്കിൽ ചാനലിന് എന്ത് പേര്, ബ്ലോഗിന് എന്ത് പേര്, അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. 1-2 ചാനൽ പഴയതുണ്ട്, ചിലപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതായാലും ഷഫീഖായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും നമുക്കൊന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് ഒക്കെ നമ്മളെ ഈ ബ്ലോഗിലുണ്ട്. ആരും കട്ടാക്കി പോകരുത്. അപ്പോൾ ഓക്കെ, ഇനി മഞ്ചേരി എത്തിയിട്ട് കാണാം. ഓക്കെ, മഞ്ചേരിക്ക് നമ്മളെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ മഞ്ചേരി. ഇവിടെ കാവനൂരുണ്ട് അനിയൻ്റെ സ്റ്റുഡിയോ. മഞ്ചേരി ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഷഫീഖ്, അതേപോലെ അസ്കർ, സഫ്വാൻ, സൽമാൻ, ഞങ്ങൾ 5 ആൾ കൂടിയിട്ട് ലാറേന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു ഭ്രാന്തിൽ അന്ന് തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സ്റ്റുഡിയോ തുടങ്ങിയ കടങ്ങളൊക്കെ വീട് കയറിയുണ്ട്, വരുമാനമൊന്നും ആയിട്ടില്ല. ഏതായാലും
അപ്പം ഞാൻ അവിടെയും കൂടി ഒന്ന് പോയിട്ട് അതിന് മുന്നേ അതാണ് അനിയൻ്റെ സ്റ്റുഡിയോ സാം ഓഡിയോ ലാബ്. ഏതായാലും അവിടെ പോയിട്ട് ബാക്കി വീഡിയോ അവിടെ നിന്ന് ഓണാക്കാം. ഓക്കെ, ഇതാണ് സാം ഓഡിയോ ലാബ്. ഓക്കെ, അപ്പോൾ ഇറങ്ങി ഗൈസ് അവിടുന്ന് കാണാം. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ബ്ലോഗ് ചെയ്യല്, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെതാ ഞാൻ മഞ്ചേരി എത്തി, നമ്മളെ സ്റ്റുഡിയോയിലെത്തി. വണ്ടികളാണ് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഷെഫീക്ക് ഇവിടെ എത്തിയിട്ടില്ല എപ്പോഴും. ഞാൻ വിളിച്ച ആൾ ഇവിടെ എത്തിയില്ല. അസ്കറിൻ്റെയും സഫാൻ്റെയും വണ്ടി ഇവിടെ ഉണ്ട്. ഷെഫീക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, എടുക്കൂലേ? കൊരയുണ്ട്, പനി വരുന്നുണ്ട്, നോ ചാൻസ്, എടുക്കണില്ല. വണ്ടിമേലായിരിക്കും ചിലപ്പോൾ, സിഗ്നലിലോ അല്ലെങ്കിൽ ട്രാഫിക്കിലോ ആവും. എന്തായാലും ഷെഫീക്ക് വന്നിട്ട് മുകൾക്കാണ് കയറാം. അതാണ് ഓൻ വരുന്നവും കാത്തു അടക്കാം റോട്ടിൽ. ഓക്കെ, നമ്മളെ സ്റ്റുഡിയോ വരുന്ന ഇവിടെ മഞ്ചേരി ചെട്ടിയങ്ങാടിയാണ് കേട്ടോ. ചെട്ടിയങ്ങാടി ഫാത്തിമ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പുല്ലൂരിൻ്റെ ഇടയിലാണ് ചെട്ടിയങ്ങാടി വരുന്നത്. പുല്ലൂരിൻ്റെ ചെട്ടിയങ്ങാടിൻ്റെ ഇടയിൽ സെൻറ്ററിൽ കറക്റ്റ് റോഡ് അതാ. അപ്പോൾ വല്ലവർക്കും പാടാനോ ഒക്കെ ഉണ്ടെങ്കിൽ, പാട്ട് പാടാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ പാടാം. നല്ല അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് തരും നമ്മളെ ആള് അഷ്കു പിഷ്കു. ഏതായാലും ഷെഫീക്ക് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വന്നിട്ട് നേരെ സ്റ്റുഡിയോക്ക് അങ്ങോട്ട് കയറാം. ഓക്കെ, ഏതായാലും ഷെഫീക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അടുത്തെത്തിയില്ല, അവിടെ താഴെ പള്ളിയിലെത്തിയാണ്. നിസ്കരിച്ചിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞു, അസംസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു. അതൊരു ഫ്ലാറ്റിൽ ചെറുപ്പം വീട്ടിൽ വെച്ച് കളിക്കുന്നത് പോലെയാണ്. അപ്പോൾ മാത്രമല്ല, അവിടെ വേറെയും കുറേ കുട്ടികളുണ്ട്. അവിടെ കുറേ ആളുണ്ടല്ലോ. കൊള്ളാം, വരട്ടെ ഷെഫീക്ക് വരട്ടെ. ഷെഫീക്കാണ് താരം, ഞാൻ പറഞ്ഞേ. ഇനിയിപ്പോൾ ഊതി വീർപ്പിച്ച് ഒന്നും അല്ലാതെ ആയി പോവാം. ഒന്നുമില്ല കേട്ടോ, ചെറിയ സംഭവമാണ്. ഓനെ കിട്ടിയാൽ സംഭവം അടിപൊളിയാവും. അതുകൊണ്ടാണ് ഓനും കൂടിയും കൂട്ടാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും വരട്ടെ, വെയിറ്റിംഗ്. അപ്പോൾ ഇതാ ആളിവിടെ എത്തി, പച്ചക്കുപ്പായം. ഇന്ന് മുതൽ തുടങ്ങണ പരിപാടി. ഞാൻ എന്നെ ഒമ്പ സംഭവമാക്കി വെച്ചത്. ഞാൻ ഇറങ്ങി ജുവാ. എൻ്റെ എൻട്രി കഴിഞ്ഞ്, എൻ്റെ എൻട്രി കഴിഞ്ഞു. ഇപ്പോൾ തൽക്കാലം കഴിഞ്ഞ് നമുക്ക് തന്നെ ആക്ക പരിപാടി. മുടക്കില്ല, വെറുതെ വെള്ളവടായി ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ. ഏതായാലും അസ്കൂൾ തൊപ്പാലും ഉണ്ടുള്ളൂ. ഓരോട് അഭിപ്രായം വല്ല നമുക്ക് ഇങ്ങനെ അഭിപ്രായം ആരായാം. ചെരുപ്പ് പോരണം നിൽക്കട്ടോ. വല്ല മുട്ടിക്കാണ്ട് ഓലോടെ തന്നെ തുറപ്പിച്ച് തുറക്കല്ലേ. 2 മുട്ട് കേക്കും ആവാം. പാട്ടിട്ടാ കേൾക്കൂല. തുറക്കേണ്ടി വരും, നമ്മള് തോൽക്കേണ്ടി വരുമോ? നമ്മള് സസ്യായി. ഏതായാലും ഇവിടെ ഓഫീസിലിരിക്കാം. നമുക്കേ ചായ കുടിച്ചേ. കാക നസി കുശേന്. ഏതായാലും നമുക്ക് ഇങ്ങനെ തുടങ്ങലേ. ഒരന്തം കുഞ്ഞ് നിർത്തരുത്, ഒരന്തം കുന്നില്ലാതാണ് പോട്ടെ. നമ്മള് സുന്ദരൻ എന്തിനാ പോട്ടെ എന്ന് പറഞ്ഞ പോലെ എന്തിനാക്ക് മേക്കപ്പ്. ഞാനൊരു വർക്ക് അർജന്റായിട്ട് ഡെമോങ്കിൽ അയച്ചു കൊടുക്കാണ്ടി.
അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് ലേറ്റ് ആയത്. ഏതായാലും അപ്പൊ നമ്മളിനി ഉച്ചവരെ പണി, ഉച്ചന്റെ ശേഷം വ്ലോഗ് അങ്ങനെ ആക്കാം നമുക്ക്. ബടായി പറയാം, തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുപോകാം നമുക്ക് കേട്ടോ. തൽക്കാലം ചായ കുടിച്ച് വരാം. നമ്മള് സസിപ്പോ നമ്മള് ചെറുപ്പില്ല ശ്രദ്ധിച്ചില്ലല്ലേ. അവര് ചായ കുടിച്ചാൽ അല്ലേ പടത്തിന് ഏതോ നസ്കുര അടിച്ചു നോക്കിയാ എവിടെ വെച്ച് നോക്കിയാ ഒന്നും കൂടി ഉണ്ടായ സംഭവം. ഫസ്റ്റ് വീഡിയോ തന്നെ അടിപൊളിയായില്ലേ. അഷ്കും സഫാനും കൂടെ ഉണ്ടെങ്കിലേ ഫസ്റ്റത്തെ വീഡിയോ അടിപൊളിയായി. എവിടെ വെച്ച് നോക്കാം. എവിടെ ബോസേ? നിങ്ങള് ടോക്കൺ ബോസിന്റെ അഡിക്റ്റല്ലേ? പരസ്യം കൊടുക്കണോ? പിന്നെ വരാൻ പറയും. ആയിക്കോട്ടെ, ഞങ്ങളുടെ സ്റ്റുഡിയോയിലുണ്ട്. വന്നപ്പോ നിങ്ങളൊന്നും ആളില്ല. ആയിക്കോട്ടെ, എന്നാ നിങ്ങളെ ചാടിക്കുക, ഞങ്ങളും ചാടിക്കട്ടെ. നിങ്ങളെപ്പോഴെത്താ? ആയിക്കോട്ടെ, വന്നിട്ട് കാണാം. ഞങ്ങളോടുണ്ട്. ബാ മോനെ ബാ, നിങ്ങളെന്നാ അറിവാ. അതെ, എന്നാ ചായ അടിച്ചു തരല്ലേ നമുക്ക്? ഓക്കെ. അപ്പം ചായ കുടിച്ചു വരാം, അതല്ലേ. ഊണിന് മുമ്പ് ഒരു കാപ്പിക്കൂടി ആവാമെന്ന് പറഞ്ഞ മാതിരി ഗൂഢാലോചനക്ക് മുമ്പൊരു ചായ കൂടി ആവാം. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാനെത്തി. ബായ് കുറച്ച് മധുരം ഇടാതെ, മധുരം കമ്മി. മധുരം കമ്മിയാണ്. സോഡ ജാസ്തി ഇട്. കോഫി ഇവിടുന്ന് ചെറുപ്പറ പറയണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആക്കല നമുക്ക്. മുട്ട തിന്നുമ്പോൾ വർത്താനം പറയാൻ പാടില്ല. മുട്ട തൊണ്ടേ കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടാക്കണ്ട. നമ്മള് ചായ കുടിച്ചു വന്ന് ഞാൻ ഒന്ന് സ്റ്റുഡിയോന്റെ ഉള്ളിൽ കയറാം. മറ്റേ കോന്തന്മാർ ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. എന്ത് തുടങ്ങും, എവിടെ തുടങ്ങും പച്ച കളർ ഒരു ലീഗും ഒരു മാർക്കസ്റ്റും ഇവിടെ ദുഃഖാചരണം. എന്താടി ഇവിടെ ഇരിക്ക ജിവാ പാട്ടില്ലേ ഞാൻ പാടിയേക്കാലോ. ട്രെൻഡ് ഡ്രസ്സല്ലേ അവിടെ? അക്കറിയില്ലേ, നമുക്ക് ട്രെൻഡ് അല്ലല്ലോ വിഷയം. പാടാൻ കച്ചിട്ട് നോക്കലല്ലേ? പാടാ നോക്കി ഇത് കാര്യല്ല. ഒന്ന് പാടിയാണ്ട് വൈറലാകാൻ പറ്റുമോ? സപ്പോർട്ട് ചെയ്തോളി. വളരെ മോശക്കാരോ ഞങ്ങള് ഭാര്യയായിട്ട് വേറെ ആവശ്യത്തിനാ വന്നേ. ജിവ ഇരിക്ക്. ഞങ്ങള് ജിവനോട് പറയും ഞങ്ങള് ബ്ലോഗ് തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. നല്ല അഭിപ്രായത്തിന് നല്ല അഭിപ്രായം. ഒരു ഊക്കിയൊരു അഭിപ്രായം. ഞങ്ങള് രണ്ടാളും ഇങ്ങനെ പറയും. ഇങ്ങനെ പറയും. അതൊന്നും നോക്കണ്ടൊക്കെ വെറൈറ്റി ഫോണാ. അണ്ണന്റെ അടുത്തുള്ള മടക്കണ ഫോണല്ല. അത് ഇനി മടക്കൂല. ഞങ്ങള് ഊര മടക്കില്ല ഒരു പരിപാടിയാണ്. സഫ്വാനെ എന്റെ അഭിപ്രായം പറയും. ഞങ്ങള് വ്ലോഗ് കൊടുക്കും. ഞങ്ങൾ രണ്ടാളും വ്ലോഗ് തുടങ്ങിയ കാണോ? തീർച്ചയായില്ല ഞങ്ങളെ സഹിക്കേണ്ടി വരും. എത്ര കാലം ആൾക്കാരെ അങ്ങനെ ആരെല്ലാം സഹിക്കണേ. അത് രാത്രി നിങ്ങൾ എന്തെയ്താ കടക്കാൻ നിക്കൂലേ? അപ്പോൾ ഓണാ കിട്ടിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ കടന്നുറങ്ങുക. അപ്പൊ ഞങ്ങൾക്കൊരു വ്യൂസും ആയി. നിങ്ങൾക്കൊരു ചെറിയൊരു മറ്റേ മോലാലും മറ്റേ ഇതില് പറയണില്ലേ? ഞങ്ങൾ ഫ്യൂച്ചറിൽ വാങ്ങും. അല്ല അത് എന്താ ചെയ്യലേ മറ്റേ മോഹൻലാല് ശ്രീനിവാസനും കടക്കുമ്പോണ്ട് ഐശ്വര്യത്തിന്റെ സാരൻ മുഴുങ്ങുന്നത് പോലെ അതെ. അപ്പൊ നിങ്ങൾക്ക് കടന്നുറങ്ങുമ്പോ ഒരു സുഖം ഉണ്ടാവും. ഞങ്ങനെ ആ ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മളെ തുണക്കാരല്ലേ പോലെ എങ്ങനെയാലൊക്കെ കണ്ടന്റ് കേട്ടണേ. കണ്ടന്റ് ഇന്നൊന്നും ഇടാൻ വിചാരിച്ചു. പക്ഷെ അല്ല ഇൻസ്റ്റാഗ്രാമില് കണ്ടല്ല ഇന്നൊരു കിടുന്ന സാധനം ഉണ്ടായിന്. അത് അപ്ലോഡ് ചെയ്തപ്പോ ഫുള്ള് കിട്ടണില്ല. അപ്പൊ അസ്കോ ഇജ്ജ് പറയാ എത്ര ഞങ്ങള് കണ്ടന്റ് ഇടാ പറയും. ഞങ്ങൾ ഇതേമാതിരി ഇരുന്ന് വർത്താനം പറയാം. ഒരു ഇന്റർവ്യൂ ആണെന്ന് വെച്ചാൽ ഇന്റർവ്യൂ അങ്ങനെ അറിയല്. പോഡ്കാസ്റ്റ് അറിയല് നല്ല രസത്തിന് വർത്താനം പറയാം. അതന്നെ രസം ഉണ്ടാവും. സൊഫാന പൈസ ഇരുത്താം. സൊഫാന മറ്റേ
ചേരനെ കൂക്കി കൊന്ന വർത്താനൊക്കെ കഥകൾ കുറച്ച് പറയാം നമ്മളെ അസ്കൂന്റെ നാട്ടിലാണ് ചേരനെ കൂക്കി വന്നത്. ഊട്ടി അവിടുത്തെ ആണ് നിങ്ങളെ നാട്ടിൽ തന്നെ കൂട്ടാവ് ആ പള്ളിന്റെ മുമ്പിലിട്ടാണ് ടീച്ചറേതാണ് ഒരു ചേര റോട്ടിൽ കൂടെ പോയതാ. അതിന് ആൾക്കാർ വട്ടം കൂടി കൂക്കിയാണ് നാണം കെട്ടി ചത്തുതാണ് ആത്മഹത്യ എടുക്കല്ലേ പാമ്പ് കൂക്കലിന്റെ ഡയഫർ അടിച്ചു പോയിക്കാണ്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയാണ്ട് ചേരനെ ചാനലിടാൻ പറ്റും. ചാനലിട്ടാലോ? അപ്പൊ POV വേണ്ട. യെസ് പറയൂ. എന്താ നമ്മള് ചെയ്യാ? ഞങ്ങളേതായാലും ഇവിടുന്നാണ് തുടങ്ങിയിരിക്കണേ. ഇജ്ജ് പറയും ഞങ്ങൾ ഉദ്ദേശിച്ചെത്താറേജ് നമ്മളിങ്ങനെ ഇപ്പൊ നമ്മള് വർത്തമാനം പറയുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണോ വെച്ചാൽ ഇന്റർവ്യൂ, അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ തള്ളൊക്കെ കയറ്റിയിട്ട് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ. പോഡ്കാസ്റ്റ് പുതിയ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യും. ഇതാരാ ഫോണേ? അപ്പൊ ഏതായാലും നമ്മളെ ഊക്കാനാണ് അറിയില്ല, തുടങ്ങാൻ പറയണേ. തുടങ്ങാൻ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. മറ്റേ മൈക്ക് വാങ്ങി മൈക്കൊക്കെ ഉണ്ട്. മൈക്ക് സാംസമീറിന്റെ മൈക്ക് ഉണ്ട്. ഒക്കെ ഓന്റെ നമ്മൾ തന്നെയാണ്. എന്നാ അവര് കൂട്ടപ്പാട്ട് പാടിയടാ. ഒറ്റക്കൊരു സിംഗിൾ ഡാൻസ് പറഞ്ഞ മാതിരി, ഗ്രൂപ്പായിട്ട് സിംഗിൾ ഡാൻസ് പറഞ്ഞ മാതിരി ഒറ്റക്കൊരു സംഘഗാനം. എന്നാ പാട്, അസ്കർ പാട്, ആരോ ഒരാള് പാട്. ആ ഇജ്ജ് വീണ വായിക്കേ. ഇജ്ജ് പാടുണ്ടോ? ഞാൻ പാടാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. ഞാനൊരു പാട്ട് പാടാണ് ട്രെൻഡിങ്ങിലുള്ള മിന്നൽ വള. പക്ഷെ ഇപ്പൊ പാടിയാണ്ട് വ്ലോഗിൽ ഇടാൻ കഴിയാ തന്നെ പോകും. എല്ലാം ട്രെൻഡിങ് ആയി. 2-3 ആൾക്കാർ അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എന്റെ പാട്ടേക്കിനോട് കൂടി ഓടി പോകും. ഇല്ല ഇജ്ജ് പിന്നെ വരികളൊക്കെ ഒന്ന് പഠിച്ചിട്ടെ. വരിയൊന്നും പഠിച്ചിട്ടില്ല. എന്നാ അടുത്ത വ്ളോഗ് ആക്കാം. ഇതിലതിന് കേപ്പില്ല. അല്ല അത് നമുക്ക് അഷ്കുവിനെ കൊണ്ട് എന്ത് ചെയ്യാം, എനിക്ക് പഠിപ്പിച്ചാൽ അത്തിരി അതിലും മാണ്ടം കഴിയാ. അസ്കോ കന്നി കണ്ടന്റ് ആണ്. കനിയാണോ? കന്നി വ്ളോഗാണ്. കഞ്ഞിയല്ല കഞ്ഞിയല്ല കന്നി. ഈ സാധനം ഇവിടെ വെക്കരുത് ടെങ്ങന്മാരെ വേറ്റകളോ. ഇതൊക്കെ കുടിവെള്ളമാണ് വിചാരിച്ച ആരെ എടുത്ത് കുടിച്ചു. റേഞ്ച് ഇല്ലാത്ത കൊറേ വരുന്ന അവിടെ സപ്പോന്റെ മാതിരി. നോക്കേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊരു പാട്ടാണ്. ഒരു പാട്ട് ഇതൊന്ന് പൗസ് ചെയ്യ്. ഞങ്ങളെ വ്ളോഗ് ഫസ്റ്റ് ഒരു തൊള്ളപ്പാട്ട് വെറുതെ പാടിക്കൊണ്ടാവാ. ഞങ്ങളെ ഓഡിയൻസിന് വേണ്ടിട്ട് പിന്നെ സഫാന്റെ വക ജസ്റ്റ് ഒരു സോങ് കിട്ടും. ഒരു 4 വരി ഓൽക്കൊരു നമ്മളെന്തെങ്കിലും കാട്ടിട്ട് കാര്യല്ലോ. ഓൽക്ക് ഇത് കണ്ടീന് ഒരു ഗുണം വേണ്ടേ. സഫാനെ കമോൺ. യെസ് സഫാൻ പാടിത്തരൂ കേട്ടോ നിങ്ങൾക്ക് ഒരു പാട്ട്. ഒരു നല്ല സാധനം എല്ലാരും ഉണ്ടാക്കിയേ. ഒരു മിനിറ്റ്. ഗിറ്റാർ ഒരു സോങ് ഞങ്ങള് കണ്ടന്റ് ഫസ്റ്റ് ഇത് ഞങ്ങളെ ഓഡിയൻസിന് ഒരു പാട്ട് ഞങ്ങള് വീട്ടിലേക്ക് ഇങ്ങോട്ട് തരും. ഇജോടെ പോയിരിക്കേ. സൗണ്ട് ഉണ്ട്. അസ്കോ പഠിച്ചേ പാടിയാജേ ഏത്താന്റെ കഥ. അതെ ഞങ്ങളെ പാട്ട് കോത്തമ്പിയാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാനാം കൊച്ചു തുമ്പി അറിയോണേ.
ആര് പറഞ്ഞു ഞാൻ പഠിക്കോ? പാടെ ഒരാള് പാട്ട് പാടാൻ പറഞ്ഞാല് അപ്പൊ ആലോചിച്ചുണ്ടാക്കിയാ കിട്ടും. സ്പീഡ് ഓവറാണെങ്കിൽ ബ്രേക്ക് പിടിച്ചാലേ ആക്സിലേറ്റർ വർക്ക്. ഇജ്ജ് പോലെ അസ്ക് പാട്. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മഴയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ, ഒരു കഥയാ അവളുടെ കാൽപ്പാടുമായി വഴികൾ മറയും. മാറ്റി പാട്ട് മാറ്റി. അലയുമോ ആ പാട്. ഞാൻ പോയില് ഞാനിപ്പോ പാടി പഠിച്ച എനിക്ക് അന്റെ സ്ഥിരം പാട്ടാണ് ഇജ്ജ് പാടുന്നൊരു പാട്ട്. ഞാനോ ആ ഞാനോട് പാട്ടാണ് പാടിയത് നമുക്ക് കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന സോമലായി ഒരാളായി തൊട്ടപ്പോൾ ആത്മാവിൽ തെഞ്ഞിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചൊരു മോഹമില്ല കള്ളത്തരങ്ങൾ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി, കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല വാരിവില്ലാണു നീ, മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കഴിഞ്ഞ് ഓക്കെ, താങ്ക് യു guys. ഇത്ര മതി. അപ്പൊ എന്നാ ഞാൻ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നിർത്തലേ. അതല്ലേ അപ്പൊ ഞങ്ങൾക്ക് പറയല്ലേ പറയാം നമ്മളെ സംരംഭങ്ങള് എങ്ങനെയൊക്കെയാണ്. ബൂത്തിക്ക് പോരെ, ഇങ്ങോട്ട് പോരെ. വെളിച്ചുണ്ട്. വെളിച്ചം നമ്മളിത് ഉണ്ടാക്കിയപ്പോ വെളിച്ചാകെ വെച്ചണേ ഉണ്ടോ. ഓക്കെ അപ്പൊ ഹലോ ഗൈസ്, എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെയാ ബൂസ്റ്റ് ചെയ്തതൊക്കെ പറയണേ. ബൂസ്റ്റ് ചെയ്യാനൊന്നുമില്ല. സംഭവം എന്താ വെച്ചാല് അതെ, സംഭവം എന്താ വെച്ചാല് ഫുൾ തെക്കോടക്കാണ്. പണി എടുത്താണ്ട് ഇത് എവിടെയെങ്കിലും എത്തുന്ന ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ അതിനെ പറ്റിയാണ് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിപ്പണി എടുത്താണ്ട് പറ്റി കാര്യമല്ല. മെയിനായിട്ട് മനുഷ്യന് ബേസിക്കലി അത്യാവശ്യമുള്ള കുറച്ച് സംഗതികളുണ്ട്. അതായത് ഷെൽട്ടർ, ഒരു വണ്ടി, ജീവിതശൈലി വൃത്തിയാക്കുക, ജീവിക്കുക എന്നുള്ളത് തന്നെ ആണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വീടൊക്കെ വേണ്ടേ. ജീവിക്കുക ഇപ്പോൾ വാടക വീട്ടിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് മനുഷ്യന്മാർ ജീവിച്ചു പോകും. അതിനിപ്പോൾ വീട് വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും അറിയാം. അതെ, വീടില്ലാത്തവരൊക്കെ ഉണ്ട്. അല്ല, നമ്മളെ ലൈഫ് എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ക്യാമറ ഫീൽഡാണ്. പക്ഷെ നമ്മളിതുവരെ ഒരു യൂട്യൂബിലോ എന്തെങ്കിലും സംഗതികൾ സ്വന്തമായിട്ട് ആഡ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടി ആഡുകളും വെഡ്ഡിങ് ഒക്കെ ഒരുപാട് സിനിമകളിൽ സൈഡ് ക്യാമറ ഒക്കെ വെക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടീന്. പക്ഷെ ഇതുവരെ നമുക്ക് പേഴ്സണലി ഒരു വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്നോ ഒന്നും ചെയ്തില്ല. അപ്പം ഇതിൻ്റെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ വരുമാനം തന്നെ കേട്ടോ. അതും വേണമല്ലോ നിങ്ങളോട് പറയാം, കാല് പിടിച്ച് പറയാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് വേറൊരു ഉദ്ദേശമില്ല. പിന്നെ ഇപ്പോൾ ഇത് വിജയിച്ചിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ വേറെ ഒന്നിനല്ല, ഞങ്ങളെ വീട് പണിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും ആ ഒരു ഡ്രീമാണ്. വീടില്ല, അപ്പോൾ വീട് വേണം. അപ്പോൾ അതിനുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇപ്പം എന്താ പറയുക, അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് അറിയാലോ. കാര്യമായിട്ട് വലിയ കോത്താമ്പി സംഭവങ്ങളൊന്നും ഇല്ല. ഞങ്ങളിങ്ങനെ പുതിയ ആളുകളായിട്ട് സംസാരിക്കാതെ നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ആയിട്ട് വിളിച്ച് സംസാരിക്കുക, അവരെ പോയി നേരിട്ട് കാണുക, മിങ്കിൾ ചെയ്തിട്ട്, അതായത് ഒരു രസകരമായ രീതിയിൽ അതിന്റെ അടി കൂടെ നോക്കട്ടെ. ഞങ്ങൾക്ക് പിന്നെ നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ ഇവിടെ യാത്രകളായിട്ട് ഞങ്ങൾ അറിയിക്കാം. ഇന്ന കണ്ടന്റ് ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പലതും നിങ്ങള് എന്ത് ചെയ്യാ,
കണ്ടന്റ് ഒന്നും നോക്കണ്ട. നിങ്ങള് മാക്സിമം രാത്രി കടന്നുറങ്ങുമ്പോ വെറുതെ പ്ലേ ഇട്ട് കാണും. ഐശ്വര്യത്തിന്റെ സൈറം പോലെ കേട്ടിട്ട് ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാ, മാക്സിമം ഇത് കാണുക. എന്നിട്ട് നിങ്ങള് പിന്നെ സപ്പോർട്ട് ചെയ്ത് തരാം. ഞങ്ങൾ എങ്ങനെയും ഒരു ഭാഗത്ത് കൂടെ രക്ഷപ്പെട്ടോട്ടെ. കക്കാനും പിടിച്ചാലൊന്നല്ലല്ലോ, നമ്മളൊന്ന് കണ്ട് ഞങ്ങളെ സഹായിക്കാം. ദാറ്റ്സ് ഓൾ. കൊറേ ഒക്കെ ചിരിച്ചാനൊക്കെ ഉണ്ടാവും ചിലപ്പോ ഞങ്ങളെ സംസാരത്തില്. ഞങ്ങള് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ചടക്കും. ഇപ്പൊ കുറച്ച് കഥകളുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിക്കണ നോക്കണ്ട, ഒന്ന് റേഞ്ച് കേറിയാ പിന്നെ ചിലപ്പോ ആകാൻ കുറച്ച് പണിയൊക്കെ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അടുത്ത വീഡിയോ ഒക്കെ തൊട്ട് അതാ അവിടെ അപ്പുറത്ത് ഇരിക്കണ സഫാനുണ്ടെങ്കിൽ പാട്ടാടി തന്നോ, പാട്ടാടി തന്ന ചോപ്പ് ടീഷർട്ട്. സഫാനൊക്കെ വേറെ ആ മൂടല്ല, അതായത് വേറെ ലെവലാണ് ആള്. ഒരുപാട് രസകരമായ കോമഡികളൊക്കെ ഇരുത്തി സംസാരിപ്പിക്കണം. അതാണ് നമ്മളെ മെയിൻ പരിപാടി. ഓരോരുത്തർക്ക് കിട്ടാനുള്ളത് വാങ്ങുക. അങ്ങനെ നമുക്ക് ഞങ്ങൾ പരിചയപ്പെട്ട ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അതായത് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറുള്ള പോലൊക്കെ നമ്മൾ ഇതിക്ക് എന്ത് ചെയ്യും, ഇൻഷാല്ലാ കൊണ്ടുവരും. നിങ്ങൾ ദുആ ചെയ്യുക, സെറ്റാക്കുക. ഓക്കെ. അപ്പോൾ ഏതായാലും നീട്ടിപ്പരത്തിഞ്ഞ് പറഞ്ഞില്ല, ഏകദേശം അത്യാവശ്യം നീണ്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും മുൻപ് പറഞ്ഞ പോലെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനൊക്കെ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, പരിധിയല്ല കണക്കുണ്ട്. നമുക്ക് റവന്യൂ കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അറിയും. അല്ലേ, കുറച്ചൊക്കെ എനിക്ക് അറിയില്ലേ. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്താണ്. ഞങ്ങൾക്ക് കജും ചജും, ഞങ്ങളത് ചെജും ചജും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.